നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിരപരാധികളായിട്ടുള്ള, നിസ്സഹായരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള ഫലസ്തീനുകളെ ആക്രമിച്ച് കൊന്ന് അവരെ കുഴിച്ചു മൂടി അതിൽ പരമാനന്ദം കണ്ടെത്തുന്ന നാറികൾക്ക് കിട്ടുന്ന ഏറ്റവും ഉചിതമായ മറുപടിയാണിത്. മരണത്തിൽ കുറഞ്ഞതൊന്നും ഇസ്രയേലിലെ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് കൊടുക്കാനില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. ഇത് ഇസ്രയേലിന്റെ അന്ത്യകൂദാശയ്ക്കുള്ള സമയമാണ് എന്നുള്ളതാണ്. സകല കണക്കുകളും ഓരോന്നായി ഇറാൻ ഒന്നൊന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിർത്താതെയുള്ള അപായമണികൾ ഇസ്രയേലിൽ ഉത്തരമേഖലയിലും ദക്ഷിണ മേഖലയിലും എല്ലായിടത്തും മുഴങ്ങുകയാണ്. 25,000 സ്ക്വയർ കിലോമീറ്ററാണ്. ആ ചതുരശ്ര കിലോമീറ്ററുകൾ ചാമ്പലായി പോകാൻ ഇനി അധികം നാളുകൾ വേണ്ട. ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇസ്രയേൽ എന്ന രാജ്യം ഇല്ലാതാകുന്നതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മതി എന്ന് ഇറാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇസ്രയേലിലെ എല്ലാ സംവിധാനങ്ങളും തകരുകയാണ്. അതായത് അവരുടെ ഇൻ്റലിജൻസ് വിഭാഗം ആകെ ഗുരുതരാവസ്ഥയിലാണ്. അവരുടെ നിലവിലെ പ്രോഗ്രാമിങ്ങുകൾ പലതും ഹാക്ക് ചെയ്യപ്പെടുന്നു. അവരുടെ മൊസാദിൻ്റെ ചാരപരിപാടികൾ തകൃതിയായി നടക്കുമെന്ന് വിചാരിച്ചെങ്കിൽ ആ മൊസാദ് കേന്ദ്രം വരെ തകർക്കപ്പെടുന്നു. ഭാഗികമായി എങ്കിലും ഇറാൻ അത് തകർക്കാൻ സാധിക്കുന്നു. നിർത്താതെയുള്ള അപായമണി സൈറൻ ഇസ്രയേലിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് മിസൈലിൻ്റെ ഒരു തുടർച്ച, ഒരു വലിയ രീതിയിലുള്ള ശരവേഗം, ഒന്നിനു പിറകെ ഒന്നായുള്ള മിസൈൽ ബോംബാർഡ്മെൻ്റാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹായുദ്ധം തന്നെയെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ലോകരാജ്യങ്ങൾ തന്നെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയനോ അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. നോക്കൂ, ഇസ്രയേൽ പ്രോക്സി ഗ്രൂപ്പുകളെയും അതുപോലെ ഫലസ്തീനെയും ആക്രമിച്ച് ലോകത്തൊരിക്കലും സമാധാനം കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് വിറളി പിടിച്ച് പറഞ്ഞതിന് കിട്ടിയ മറുപടി എല്ലാം കണക്കൂട്ടി ഇസ്രയേലിന് എതിരെ പ്രയോഗിക്കാൻ ഒരു സുവർണാവസരം കാത്തിരിക്കുകയായിരുന്നു ഇറാൻ. അത് ഇത് തന്നെയാണ് എന്നുറപ്പിച്ച് തന്നെയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ കത്തി നശിക്കുന്ന കാഴ്ച. അവരുടെ എല്ലാ വിമാനത്താവളങ്ങളും പരിപൂർണമായി അടച്ചിട്ടിരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ് ആക്രമണം വരുന്നതെന്ന് അറിയില്ല. എന്നാൽ ഇറാന്റെ സഹായികളായ രാജ്യങ്ങളെ ഭയക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ളവരെയും ഇറാന് സഹായം ചെയ്തു കൊടുക്കുന്ന യമനും ലെബനനും അതുപോലെ തന്നെ ഈജിപ്തും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെ ഉണർവോടെ നിൽക്കുകയാണ്. ഏത് സമയവും അവർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്താം. അതിന് പ്രത്യാക്രമണത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വെടിക്കോപ്പുകളുമായി നിൽക്കുകയാണ്. കലുഷിതമാകുന്ന അന്തരീക്ഷത്തിൽ ഇസ്രയേൽ ഇനി പണി മേടിച്ചു കൂട്ടാൻ പോവുകയാണ്. വളഞ്ഞിട്ടടിക്കുകയാണ് ഇസ്രയേലിനെ. ഇത് വളരെ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. മുതലും പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ഇസ്രയേലിനെ അടിച്ച് പറത്തുകയാണ്. ഒരു വൻ തൂഫാനായി മാറുകയാണിത്.